നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. മലയാള ഭാഷയ്ക്ക് വലിച്ച വലിയ അംഗീകാരമായിരുന്നു മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. 2013 മെയ് 23 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. 5 ഭാഷകളായിരുന്നു അതിന് മലയാളം ഉൾപ്പെടെ ആ സമയത്ത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളായിരുന്നത്. ശ്രേഷ്ഠ ഭാഷാ പദവി ആദ്യമായി ലഭിക്കുന്ന ഭാഷ തമിഴാണ് 2004-ൽ. പിന്നീട് സംസ്കൃതത്തിന് 2005-ലും തെലുങ്കിന് 2008-ലും കന്നഡക്ക് 2008-ലും എന്ത് ചെയ്യുന്നു? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നു. അഞ്ചാമത്തെ ഭാഷ എന്ത് ചെയ്യടാ? അഞ്ചാമത്തെ ഭാഷയായി മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയാണ്. അതിനുശേഷം ഒഡിയ ഭാഷയ്ക്ക് 2014-ൽ എന്ത് ചെയ്യുന്നു? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നു. 2024-ൽ 5 ഭാഷകൾക്കാണ് എന്ത് ചെയ്യുന്നത്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. ആസാമീസ്, മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി ഭാഷകളാണ് 2004-ൽ എന്ത് ചെയ്യുന്നത്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. അപ്പൊ 2013 മെയ് 23 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നു. അഞ്ചാമത്തെ ഭാഷയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ശ്രേഷ്ഠ ഭാഷാ പദവി മലയാളത്തിന് ലഭിക്കുന്നത്. ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷ തമിഴാണ്. തമിഴ്, സംസ്കൃതം, തെലുങ്കു, കന്നഡ, മലയാളം, ഒഡിയ ഭാഷകൾക്ക് എന്ത് ചെയ്യുന്നു? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നു. അതിനുശേഷം ആസാമീസ്, മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി ഭാഷകൾക്ക് എന്ത് ചെയ്യുന്നു? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നു. മക്കളെ, ചോദ്യം ഇതാണ്: തന്നിരിക്കുന്നവയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കാത്ത ഭാഷ ഏത്? ഹിന്ദി, മലയാളം, തമിഴ്, സംസ്കൃതം. ഹിന്ദി, മലയാളം, തമിഴ്, സംസ്കൃതം. ഉത്തരം ഹിന്ദിയാണ്. ഹിന്ദിക്ക് എന്ത് ലഭിച്ചിട്ടില്ല? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടില്ല. ബാക്കി 3 പേര് എന്താണ്? മലയാളം, തമിഴ്, സംസ്കൃതം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്: മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? 2011, 12, 13, 14. ഉത്തരം എന്ത് ചെയ്യുക? ഉത്തരം ഒന്ന് കമന്റ് ചെയ്യുക.